ചേട്ടൻ ഈ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് ഒരുപാട് ഇന്റർവ്യൂല് ചേട്ടൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ക്രോണിക് ബാച്ചിലറിലെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ സീനിന്റെ കാര്യം. അപ്പൊ അതിനകത്ത് ഇന്നസെന്റ് സർ ആണ് ആ ഡയലോഗ്, നരസിംഹറാവു ആണ് അത് പറഞ്ഞു തന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റും ചേട്ടൻ വരുന്നുണ്ട്, നമ്മളിപ്പോ ഈ പറഞ്ഞ ഡയലോഗ് നിക്കണ പോണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും അതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. പിന്നെ തീർച്ചയായിട്ടും അത് ആ ഒരു സിനിമയിൽ വരുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ അവിടെ ചെല്ലണത് തന്നെ. സിദ്ദിഖ് സാറിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ആ ക്യാരക്ടറായി. അപ്പൊ ഇത് അഭിനയിച്ച് കാണിച്ചോ? ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ ഫ്രണ്ട് മഞ്ജൂഷ് വഴിയാണ് ഞങ്ങൾ അവിടെ ചെല്ലണത്. ഈ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചോ? അങ്ങനെ പോയതാ? അങ്ങനെയല്ല, ഞാനന്ന് MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയാണ്. ഞാൻ RLV കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ RLV കോളേജിനെ സംബന്ധിച്ച് ഞാൻ കഥകളി വേഷമാണ് പഠിച്ചത്. പക്ഷെ മിമിക്രി മോണോ ആക്ടിനും എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തോ ഡാൻസിനും എന്തോ ആരും ഇല്ലായിരുന്നു. ഒരു ഭാഗ്യം എന്നെ വഴിയേ. അപ്പൊ ആ സമയത്ത് സാധാരണ കലാതിലകം കലാപ്രതിഭ എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് പഠിച്ച ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ അത് വലിയ കോമഡിയാണോ. ഞാൻ അങ്കമാലിയിലാണ് എവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് ബസ്സിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ പേപ്പർ വായിക്കുക. എൻ്റെ അമ്മ ഇതൊന്നും ഉണയല്ലോ സത്യം. കൊല്ലം സിറാജുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഫ്രണ്ടിൽ മനോരമ പേപ്പറാണോ മാതൃഭൂമിയാണെന്ന് അറിയില്ല, ഫ്രണ്ടിൽ കലാപ്രതിഭ അനിയപ്പൻ. ആലോചിച്ച് നോക്കി. അതായത് പ്രോഗ്രാം കഴിഞ്ഞ് മത്സരം കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി, തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം കലാപ്രതിഭ ഞാൻ. എടാ നിൻ്റെ പടകൂടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ കലാപ്രതിഭ. അങ്ങനെ ഈ കലാപ്രതിഭ ആയതിനു ശേഷം അവൻ്റെ ഫ്രണ്ട് കൂടി ഞങ്ങൾ സിദ്ദിഖ് സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സിദ്ദിഖ് സാറിനെ കണ്ട് ഈ സംഭവമൊക്കെ ചെയ്തു. അങ്ങനെ ക്രോണിക് ബാച്ചിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ ചെയ്തു. ആ അടിയൊക്കെ ഉണ്ടപ്പോൾ അടിക്കുമ്പോൾ മാറിക്കോളേടാ പോർക്കെ നമ്മളുടെ അടിയൊക്കെ ഉണ്ടല്ലോ, നല്ല അടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതായത് ചാൻസ് പോകരുതെന്ന് കരുതിയിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു സാധനം ചെയ്തിട്ട് മീറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേണ്ട മാറ്റിക്കോ എന്ന് പറയൂല. ആ മീറ്റർ കുറയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സകല അഭ്യാസം എടുത്തിട്ടാണ് ചെയ്യണം. ഇന്നസെന്റിനാണ് സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞേ സിദ്ദിഖേ നമുക്ക് ആ സീനിൽ നമുക്ക് ഈ കുടിയൻ അവിടെ എൻട്രി ചെയ്താലോ. കുടിയൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ പറയുമ്പോൾ പേടിയാ നിന്നെ പേടിക്കാൻ നരസിംഹറാവു എന്ന് പറഞ്ഞ ആ ഒരു സാധനം. അങ്ങനെ ഇന്നസെന്റിയേട്ടൻ പറഞ്ഞിട്ടാണ് അല്ല ഇന്നസെന്റിയേട്ടൻ പറഞ്ഞിട്ടാണ് ആ സംഭവം അവിടെ നിന്ന് ഉണ്ടാവണത്. പിന്നെ അത് സിദ്ദിഖ് സാറിന്റെ മേക്കിംഗ് ആണ്. പക്ഷെ ഇന്നസെന്റിയേട്ടനാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആ കുടിയനെ അവിടേക്ക് കൊടുത്താൽ എൻട്രി ചെയ്താൽ ആ ക്യാരക്ടർ രസമായിരിക്കില്ലേ, നമുക്ക് മൊത്തത്തിൽ കൊഴുക്കില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഈ കുടിയൻ വന്നതും. ഭാഗ്യവശാൽ അത് പിന്നീട് ക്ലൈമാക്സിലേക്ക് ആ ക്യാരക്ടർ എത്തുന്നത് നമുക്ക് നമ്മുടെ ഡയലോഗിലാണ്. അതൊരു ഭാഗ്യമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് വാൾട്ടർ എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ, അദ്ദേഹം ഇപ്പൊ നമ്മളെയൊക്കെ വിട്ടുപോയി. വാൾട്ടർ ജോസാണ് എന്നെ വിളിച്ച് പറയണത്, അനിയിപ്പോൾ നീ എവിടെ ഉണ്ട്? ഞാൻ കോളേജിലുണ്ട്. പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പാച്ചിക്കട വീട്ടിലേക്ക് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. അവിടെന്ന് വണ്ടി എടുത്തിട്ട് മതി. അന്ന് യമഹയുണ്ട് എനിക്ക് പറഞ്ഞു. അവിടെ പാളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ എല്ലാവരും ഉണ്ട്. അന്ന് മമ്മൂക്കയാണോ മുകേഷ് ഏട്ടനാണോ ആരോ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു. നമ്മൾ ഇത്ര നേരം ഒക്കെ ചെയ്തുകൊണ്ട് വന്ന് ലാസ്റ്റ് അവൻ ഒറ്റയടിക്ക് അവൻ കൊണ്ടുപോയെന്ന്. ഞാൻ നിൽക്കണ പോണാന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഒരു മുഹൂർത്തം അതൊരു വലിയ ഒരു ഭാഗ്യം. ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് കിട്ടാവുന്ന അപൂർവ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ക്രോണിക് ബാച്ചിലർ എന്നെ സംബന്ധിച്ച്. നമ്മൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിദ്ദിഖ് സർ. അപ്പോൾ സിദ്ദിഖ് സാറുമായിട്ട് ചേട്ടൻ ഒരു വളരെ ക്ലോസ് റിലേഷൻ, നമ്മളിങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ ഇൻഡെപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ സിദ്ദിഖ് സർ. അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു മെമ്മറി എന്തെങ്കിലും ഷെയർ? അല്ല, സിദ്ദിഖ് സാറിനെ കുറിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അതിശോക്തിയാവും. കാരണം എല്ലാ നടന്മാർക്കും എല്ലാ കലാകാരന്മാർക്കും അതിലുപരി പരിചയപ്പെട്ടവർക്കെല്ലാം ഒരു അമൂല്യമായ ഒരു വജ്രം, ഒരു മുത്താണ് സിദ്ദിഖ് സാർ. അതായത് എത്ര വിഷമം അദ്ദേഹത്തിനുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു കലാകാരൻ. ഏത് ആർട്ടിസ്റ്റ് ചാൻസ് ചോദിച്ചാലും എല്ലാം സിദ്ദിഖ് സാർ അങ്ങനത്തെ ഒരാളാണ്. അതിന് പകരം ആരുമില്ല. ഞാൻ ഇവിടെ സാറിൻ്റെ വിയോഗം അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, എന്തിന് എന്നെപ്പോലുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് എടുത്താൽ പോരെ, എന്തിനാണ് ഇനി എന്തൊക്കെ സംഭാവനകൾ മലയാള സിനിമയിൽ ഇല്ലേ, നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച സിനിമകളില്ലേ, എത്ര പടങ്ങൾ. ആ ആൾക്കാരെയൊക്കെ ദൈവം എന്തിനാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ എടുത്തോളൂ ഞാൻ മനസ്സിൽ എൻ്റെ വൈഫായിട്ട് വന്ന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് സിദ്ദിഖ് സാർ. പിന്നെ ഇതുപോലെ നമുക്ക് അടുത്ത എടുത്തു പറയുന്ന സിനിമ സത്യമാണ്. സത്യത്തിനകത്ത് പൃഥ്വിരാജ് ചേട്ടൻ കോംബോ വരുന്ന സീനുകളും ഒക്കെ ഉണ്ട്. അപ്പം പൃഥ്വിരാജ് സാറിന്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ വേറെ ലെവൽ എത്തി നിൽക്കാതെ, ഡിറക്ഷൻ, ആക്ടർ,
പാൻ ഇന്ത്യൻ ആക്ടർ. അതെ. അപ്പൊ പൃഥ്വിരാജ് സാറിനെ പിന്നെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടോ? പക്ഷേ പൃഥ്വിരാജിനെ പിന്നെ അതിനുശേഷം കണ്ടിട്ട് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കണ്ടിട്ടില്ല. കാരണം സത്യം സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്യണത് അന്ന് എന്തോ അതും ഏതൊരു വലിയ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പെട്ടെന്നാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ആൻഡോ ജോസഫ് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പം എവിടെയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതൊന്ന് വിനയേട്ടനെ വന്ന് കാണണം, എൻ്റെ സ്ഥലത്തുണ്ട്, ഞാൻ വന്ന് കാണണം. അങ്ങനെ സത്യത്തിൽ ജോയിൻ ചെയ്യണത്. അവിടെ ചെന്ന് പൃഥ്വിരാജ് ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര നല്ല കമ്പനി, നല്ല കുറേ ദിവസം, ഒരു 10-30 ദിവസം വിനയ സാറിൻ്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ് സത്യം. പൃഥ്വിരാജ് സാർ നല്ല കമ്പനി ആയിരുന്നു. എങ്ങനെയായിരുന്നു? പിന്നെ എനിക്ക് രാജുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാജുവിൻ്റെ ഉള്ളിൽ നന്മയുള്ള ആളാണ്. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ചില പരസ്യങ്ങൾ പറയല്ലേ, കോട്ടയം അയ്യപ്പാസ് എന്നൊക്കെ പറഞ്ഞില്ലേ, കാണുമ്പോൾ ചെറുതാണ്, അല്ലെങ്കിൽ കാണുമ്പോൾ വലുതാണ്, അകത്ത് ചെല്ലുമ്പോൾ ചെറുതാണ്, അല്ലെങ്കിൽ കാണുമ്പോൾ എന്ന് പറയുന്ന പോലെ ഇയാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒടുക്കത്തെ ജാടയാണ്, മനസ്സിലായോ? പക്ഷേ അദ്ദേഹമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു പാവം, ഒരു ശാന്ത സ്വഭാവക്കാരൻ വേറെ ഇല്ല, മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് പുള്ളി മിങ്കിൾ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പുള്ളി അങ്ങനെയുള്ള ഒരു ആളാണ്. പക്ഷെ എല്ലാ യൂണിറ്റുള്ളവരിലൊക്കെ വന്ന് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ്. എന്തിന് ഞാനന്ന് സത്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളന്ന് കാലടി കോളേജിലാണ് ഞങ്ങളുടെ പ്രമോഷൻ വെച്ചേക്കണം. അപ്പം ഞാൻ എവിടെയോ ഒരു പ്രോഗ്രാമിന് പോയേക്കുക. എനിക്കൊരു ചെറിയ ഇനാഗുറേഷൻ എന്തോ ഉണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വരാൻ വൈകിയാണ്. അപ്പോൾ മ്യൂസിക് ജയേന്ദ്രൻ സാറ്, വിനയൻ സാറ്, പൃഥ്വിരാജ്, അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു പ്രൊമോഷൻ വീഡിയോസ് നടക്കുകയാണ്. ഒരു കോളിയാകുമ്പോൾ ഹലോ, ഞാൻ ആരാണ്? ഞാൻ പൃഥ്വിരാജാണ്. നീ എവിടെയാണ്? ആര്? നമ്മളെ ഈ ഞാൻ രാജുവാണ്. എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ പരിപാടി തുടങ്ങാൻ പോകുന്നു. ഞാൻ ഫോൺ നോക്കിയിട്ട് പൃഥ്വിരാജ് തന്നെയാണോ? മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പൃഥ്വിരാജ്. എന്നെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. പക്ഷേ ഞങ്ങളുടെ കോമ്പിനേഷൻ എല്ലാവരും പറയാണ്ട് ഈ മലപ്പുറം, ആ കണ്ണൂർ, ആ ഭാഗത്തൊക്കെയുള്ളവരെല്ലാം ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ ജോലി ചെയ്യുമ്പോൾ വെച്ചിട്ട് ആ സത്യം സിനിമ ഭയങ്കര രസമായിരുന്നു. സത്യം സിനിമ നിങ്ങളുടെ എന്നാ പിന്നെ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ വരാത്തേന്ന് ആ ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ട് വരാത്തേന്ന് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അവർ വിളിക്കണ്ടേ, വിളിച്ചാലല്ലേ നമുക്ക് വരാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാസ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് വരുമായിരിക്കും. ഏതായാലും സത്യം ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്, ഒരു വേഷമാണ്. ഇപ്പൊ ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടന്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ വാണ്ടഡിനകത്തും ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചത്, അതായത് നമ്മൾ നേരത്തെ ലാലേട്ടന്റെ കൂടെ ചെയ്തു, പിന്നെ സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോഴും ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് ശരിക്കും അതൊരു ഭാഗ്യമാണല്ലോ. അതും ഒരു ലോട്ടറിയാണ്. അപ്പൊ അതും ഞാൻ സത്യൻ അന്തിക്കാട് സാറിന്റെ ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ക്യാരക്ടർ, ചെറിയ സാധനം ഓർക്കണ്ടോ? റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു 100 rupees തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയതിനോട് വരുന്ന ആ ഒരു ക്യാരക്ടർ, ചെറിയ സംഭവം. അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ പിന്നെ സത്യൻ സാറിന് ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്, ചാൻസ് ചോദിച്ചു വിളിക്കാറുണ്ട് ചാൻസ്.